വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. എൻവലപ്പ് എന്ന സെക്ഷൻ്റെ ഒരു പുതിയ സെറ്റ് ഓഫ് വീഡിയോസാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് കർവ്സിൻ്റെ എൻവലപ്പ് കണ്ടുപിടിക്കാനുള്ള ജനറൽ എക്സ്പ്രഷനാണ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി എൻവലപ്പ് ഓഫ് the curve a alpha square plus b alpha plus c is equal to 0. So this is what we are going to establish. അപ്പോൾ ഈ കർവിൻ്റെ എൻവലപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എയും ബിയും സിയും എന്നുള്ളത് ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. വേർ എ കോമ ബി കോമ സി ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് കോമ വൈ. ഇവിടെ ആൽഫയാണ് നമ്മുടെ പാരാമീറ്റർ. സോ ആൽഫ ഈസ് ദ പാരാമീറ്റർ. ഓക്കെ. സോ ഈ കർവിൻ്റെ നമുക്ക് എൻവലപ്പാണ് കണ്ടെത്തേണ്ടത്. ഇങ്ങനെയുള്ള ജനറലി ആൽഫയിലുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ വരുന്ന എല്ലാ കർവ്സിനും ഇതേ എൻവലപ്പിന് ഒരു ജനറൽ ഫോർമാറ്റ് ഉണ്ട്. അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ്, in order to find the envelope of a curve, we have to write it as f of x y alpha is equal to 0. Here f of x y alpha is ax square plus a alpha square plus b alpha plus c is equal to 0, which implies a alpha square plus b alpha plus c is equal to 0, which is equation number 1. Next, f alpha of x y ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യുക. അതായത് ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ എടുത്തിട്ട് അത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ എടുക്കുമ്പോൾ എ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ. സോ എക്സും വൈയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എയും കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. സോ എ ഇൻറ്റു ആൽഫ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി 2 ആൽഫ. Similarly, b is also a function of x comma y. x and y constant ആയതുകൊണ്ട് ബിയും ഒരു കോൺസ്റ്റൻ്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. സോ ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ആൽഫ ഈസ് 1. c is also a function of x comma y. സോ എക്സും വൈയും വിത്ത് റെസ്പെക്ട് ടു ആൽഫയിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ c is constant and ഡെറിവേറ്റീവ് അപ്പോൾ 0 കിട്ടും. സോ വിച്ച് മീൻസ് ദിസ് ഈസ് ദ എഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. സോ 2 ആൽഫ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ. സോ ഇതിൽ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടെത്തി ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ദ ആൻസർ. ഓക്കെ. സോ 2 ആൽഫ എ ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ 2a എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. സോ ക്ലിയർലി ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ 2 എന്ന് കിട്ടും. സോ ഈ ആൽഫയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൽഫ എലിമിനേറ്റ് ആയിട്ടുള്ള എയിലും ബിയിലും സിയിലും, എയും ബിയും സിയും എക്സ് ആൻഡ് വൈയുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട്, അഥവാ എക്സിലും വൈയിലും മാത്രമുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. അതാണ് നമ്മുടെ എൻവലപ്പിൻ്റെ എക്സ്പ്രഷൻ. സോ ഈ ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 1. സോ substituting value of alpha in equation number 1. So which becomes a into alpha square. Alpha square is minus b by 2a the whole square plus b into alpha minus b by 2a, b into minus b by 2a plus c is equal to 0. So which implies a into b square by 4a square പ്ലസ് അല്ല, മൈനസ് ആണ് അടുത്ത ടേംസ് വരുന്നത്. ഇവിടെ ബി ഇൻറ്റു ബി സ്ക്വയർ. സോ മൈനസ് ബി സ്ക്വയർ ബൈ 2a പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. സോ വിച്ച് ഇംപ്ലൈസ് if we cancel a and a, we get the answer as b square by 4a minus b square by 2a plus c is equal to 0. So which implies
minus b square by 4a plus c is equal to 0. So if you multiply this expression by 4a, we get the answer as minus b square plus 4ac is equal to 0. If you multiply this expression by minus, we get the expression as b square minus 4ac equal to 0, which is actually similar to the discriminant of a quadratic equation. So the envelope of the expression a alpha square plus b alpha plus c is equal to 0, where a, b, c are functions of x and y. Alpha is a parameter, is b square minus 4ac. So this is the expression for the envelope of ax square plus a alpha square plus b alpha plus c is equal to 0. വളരെ ഈസിയാണ് ഇത് കണ്ടെത്താൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. So question, find the envelope of y is equal to mx plus root of a square m square plus b square. സോ ഈ എക്സ്പ്രഷൻ്റെ എൻവലപ്പ് കണ്ടുപിടിക്കുക. ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാകും, ഇവിടെ എം സ്ക്വയറിൻ്റെ ഒരു ടേമുണ്ട്. ഈ സ്ക്വയർ റൂട്ട് കളഞ്ഞാൽ ഇവിടെ എം സ്ക്വയറിൻ്റെ ഒരു ടേമുണ്ട്, എമ്മിൻ്റെ ഒരു ടേമുണ്ട്. സോ എം പാരാമീറ്റർ ആണെങ്കിൽ this can be some way transformed to a quadratic equation in m എന്നുള്ളതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഓക്കെ, ഇതങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ എൻവലപ്പ് എന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 എന്നുള്ളതാണ്. സോ നമ്മുടെ എക്സ്പ്രഷൻ ആൻസർ ഈസ് y മൈനസ് എം എക്സ്, ഈ എം എക്സ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, നമുക്ക് വേണ്ട എക്സ്പ്രഷൻ എം സ്ക്വയറിലുള്ള ടേംസ്, എമ്മിലുള്ള ടേംസ്, പിന്നെ കോൺസ്റ്റൻറ്റ് ടേംസ്, അങ്ങനെയാണ് വേണ്ടത്. സോ ഈ സ്ക്വയർ റൂട്ട് കളയണം. സോ അതിനുവേണ്ടി നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ y മൈനസ് എം എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് ക്യാൻസൽ ആയപ്പോൾ എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എക്സ്പാൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 2mxy പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പാൻഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനെ എം സ്ക്വയറിലുള്ള ടേംസ്, എമ്മിലുള്ള ടേംസ്, കോൺസ്റ്റൻറ്റ് ടേംസ് എന്ന ഫോമിൽ എഴുതാം. അതിനുവേണ്ടി എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് വൈ സ്ക്വയർ മൈനസ് 2mxy പ്ലസ് എം സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എം സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതൊന്ന് ആദ്യം എം സ്ക്വയർ ടേംസ് എഴുതുക, രണ്ടാമത് എമ്മിൻ്റെ ടേംസ് എഴുതുക, മൂന്നാമത് കോൺസ്റ്റൻറ്റ് ടേംസ്. ഓക്കെ, സോ വിച്ച് ഷുഡ് ബി ഈക്വൽ ടു, ഈ രണ്ട് ടേമിൽ നിന്നും എം സ്ക്വയർ കോമൺ എടുക്കാം. സോ എം സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് 2mxy പ്ലസ് വൈ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇത് എമ്മിലുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. സോ ഇവിടെ എ ഈസ് ആക്ച്വലി എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, b is actually minus 2xy, c is actually y square minus b square. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. നമുക്കറിയാം ഇതിൻ്റെ ആൻസർ എൻവലപ്പ് ഈസ് ആക്ച്വലി ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ എൻവലപ്പ്. സോ അത് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ so the expression is envelope is
is b square minus 4ac is equal to 0. b square is minus 2xy the whole square minus 4 into a is actually x square minus a square. C is actually y square minus b square is equal to 0. So which implies 4x square y square minus 4 into x square minus a square into y square minus b square equal to 0 എന്നുള്ള ഫോമിൽ വരും. സോ അതിനെ സിംപ്ലിഫൈ ചെയ്യുക. സോ വിച്ച് ഷുഡ് ബി ഈക്വൽ ടു 4x സ്ക്വയർ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ 4 ഇൻറ്റു നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ. സോ ഇവിടുത്തെ 4x സ്ക്വയർ വൈ സ്ക്വയറും റൈറ്റ് സൈഡ് 4x സ്ക്വയർ വൈ സ്ക്വയറും ഉണ്ട്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോൾ. സോ ദ എക്സ്പ്രഷൻ ബിക്കംസ് 0 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ആദ്യം പ്ലസ് ചെയ്യാൻ എഴുതുന്നു 4 ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ ബി സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് കിട്ടും. സോ ഇത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 4x സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് 4 എ സ്ക്വയർ വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് കിട്ടും. സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 4 എ സ്ക്വയർ ബി സ്ക്വയർ. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ത്രൂ ഔട്ട് 4 എ സ്ക്വയർ ബി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4x സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് 4 a square y square divided by 4 a square b square is equal to right side 1, which implies ഇവിടെ 4 b square cancel ആകുന്നു. So which implies x square by a square plus y square by b square is equal to 1 എന്ന expression കിട്ടും. So this is actually the envelope of the curve y is equal to mx plus root of a square m square plus b square. Okay. Also, please read example 19 and 20 of the textbook. Example 19, 20. നിങ്ങളത് വായിച്ചു നോക്കുക. So, please solve that. Okay. So, if you have any doubt, we can discuss those problems in our classroom. Okay. Thank you.